മരംവെട്ട് സാറ് മരത്തിൻ്റെ ചാരിത്ര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടും ആ ചാരിത്ര്യം അവിശുദ്ധമാണെന്നും പറഞ്ഞ് കോടതിയിൽ കൊടുത്ത കേസ് തള്ളി. വയനാട് കോടതിയാണ് തള്ളിയത്. മരം അതുതന്നെയാണെന്നും ആ മരം മുറിച്ചതിൻ്റെ ഈ പറഞ്ഞതുപോലെയുള്ള ഒറിജിനാലിറ്റി, അതായത് ആ എടുത്ത ആ മരം ഒറിജിനൽ തന്നെയാണെന്നും അതിൽ യാതൊരു സംശയവുമില്ലെന്നും കോടതി നിലപാടെടുത്തു. അപ്പോൾ മറ്റേ മരമുറി കേസിൽ മരം ഇതല്ല എന്ന് പറഞ്ഞ് തെളിവ് ഹാജരാക്കി അല്ലെങ്കിൽ തൊണ്ടി മുതലായി ഹാജരാക്കിയതിൽ എന്തെങ്കിലും തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി ഒരു നിയമപരമായ പരിരക്ഷ നേടാം എന്ന് മുതലാളി വിചാരിച്ചത് പൊളിഞ്ഞു. നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറൊക്കെ ഉച്ച മുതലേ അത് ആഘോഷിക്കുന്നുണ്ട്. പുള്ളിയെ കുറ്റം പറയാനാവില്ല. ജെട്ടി മാറിയ കേരളത്തിൽ, ഈ പറയുന്ന പോലെ ഖദീജ ബീബിയുടെ സ്വർണം മുക്കുപണ്ടമായ കേരളത്തിൽ ഇതൊന്ന് മാറ്റാമോ എന്നാണ് ശ്രമിച്ചു നോക്കിയത്. പക്ഷേ അന്നത്തെ DFO അടക്കം സജിന, സമീർ എന്നൊക്കെ പറഞ്ഞ് ചില പേരുകൾ ഗവൺമെൻറ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അത്ര മനോഹരമായ ഒരു റിപ്പോർട്ട്, തൊണ്ടി മുതൽ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു മനോഹരമായ റിപ്പോർട്ട് ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഒന്ന് കേൾക്കാം. വനം വകുപ്പ് ഈ കോടതിയിൽ പറഞ്ഞ വാദങ്ങളെല്ലാം തന്നെ കോടതി അംഗീകരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതിലെ പ്രതികൾ ആ മരങ്ങളുടെ ഉടമസ്ഥർ തന്നെ ആ കോൺസിഫിക്കേഷൻ റിപ്പോർട്ട് DFO ഉണ്ടാക്കിയാൽ തന്നെ അവർ പെർമിഷൻ എടുക്കാതെയാണ് ഞങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് മുറിച്ചതെന്നൊരു വാദഗതികളൊക്കെ പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റുള്ള കയ്യിലുണ്ട്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കോൺസിഫിക്കേഷൻ പ്രൊസീഡിങ്സിൽ അതായത് DFO പാസ്സാക്കിയ ആ റിപ്പോർട്ട് വളരെ നല്ല രീതിയിൽ അന്നത്തെ DFO ആയിരുന്ന സജിനയാണ് അത് പ്രിപ്പയർ ചെയ്തത്. സജിന, പിന്നെ സമീർ, അങ്ങനെ RFO ആയിരുന്ന അരിലാൽ, അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ ദൈനംദിനം GP ഓഫീസിൽ വന്ന് നോക്കുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്ത് ഇത്രയും നന്നായിട്ട് ചെയ്തു വെച്ച ഒരു കോൺസിഫിക്കേഷൻ പ്രൊസീഡിങ്സ് അത് ഞാൻ ഇതുവരെ എൻ്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. സജിനയ്ക്കും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സമീറിനും പിന്നെ ഹരിലാലിനും ഒക്കെ അഭിനന്ദനങ്ങൾ. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ വളരെ കുറവാണ്. ഈ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ മുതലാളി കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി ഇതിനെ മറിച്ചും തിരിച്ചും എഴുതി ഇല്ല കോടതിയിൽ നിന്ന് പോലും ജെട്ടിയെടുത്തുകൊണ്ട് പോകുന്ന കാലത്താണ് ഇവർ മനോഹരമായ റിപ്പോർട്ടുണ്ടാക്കിയത്. പിന്നീട് ഇതിനെ തുടർന്നുള്ള കാര്യങ്ങളും ഇദ്ദേഹം പറയുന്നുണ്ട്. ഈ മുറിച്ചുകൊണ്ട് പോയത് ചെറിയ സാധനമൊന്നുമല്ല. റോയൽ വുഡ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഉണ്ടായിരുന്ന ഈട്ടി മരമാണ് ഈ മരമുറി മുതലാളി കൊണ്ടുപോയത്. ആൻറ്റോ മുതലാളി കടത്തിക്കൊണ്ടുപോയത്. മുതലാളി അതിനുവേണ്ടി ഉന്നയിച്ച വാദം, ഇതിന് പട്ടയം കിട്ടിയതിന് ശേഷമാണ് മുറിച്ചത്, മുമ്പാണ് മുറിച്ചതെന്നൊക്കെ പറയുന്ന തർക്കം ഉണ്ടാക്കുമ്പോഴും ഇത് മുമ്പോ പിൻപോ എന്നുള്ളതല്ല, ഇതൊരു സംരക്ഷിത വൃക്ഷമായി, റിസർവ്ഡ് വൃക്ഷമായി, ചരിത്രപരമായി പ്രാധാന്യമുള്ള അമൂല്യ വൃക്ഷപ്പട്ടികയിൽ ഉൾപ്പെടുത്തി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാർക്ക് ചെയ്തിരുന്ന മരങ്ങളാണ് ഈ മുട്ടിലിൽ തട്ടിക്കൊണ്ടുപോയത്. ആ തട്ടിക്കൊണ്ടുപോയതിൻ്റെ ഗൗരവമാണ് ഇപ്പം മുതലാളിയോടൊപ്പം ഇരിക്കുന്ന അരുൺകുമാർ പണ്ട് അനിമേഷൻ വീഡിയോയുടെ സഹായത്തോടെ ലോറിയിൽ നിന്നിറങ്ങി ഡ്രൈവറായി അഭിനയിച്ചുകൊണ്ട് നമ്മളോടെല്ലാം പറഞ്ഞത്. അതിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട വിധിയാണ്, ചെറുതാണെങ്കിലും. കാരണം ഈ പിടിച്ച തൊണ്ടി മുതലിൽ സംശയം പ്രകടിപ്പിച്ചാൽ ആ കേസ് തന്നെ അപ്രസക്തമായി പോകും. അതിൻ്റെ റിപ്പോർട്ടിലെ വാചകങ്ങൾക്കോ വരികൾക്കോ ഇടയിൽ ഒരു പഴുതും നൽകാതെ നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥർ GPOയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ഇത് തയ്യാറാക്കിയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി ഉണ്ടായത്. പലപ്പോഴും ഇത്തരം റിപ്പോർട്ടുകളിലൊക്കെ രക്ഷപ്പെടാനുള്ള പഴുതുകളിട്ട് അതിനുവേണ്ടിയുള്ള കിളിവാതിൽ തുറന്നിട്ട് ആ കിളിവാതിൽ തുറന്നിടുന്നതിന് കാശ് വാങ്ങിക്കാറാണ് പതിവുള്ളത്. എന്നാൽ അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ടാണ് ഈ സംഗതി ഉണ്ടായത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും ഇത് സമ്മതിച്ചതോടുകൂടി മുതലാളിയുടെ മറ്റേ കേസിൽ ഒന്നുകൂടി മുറുക്കം വരും. മുതലാളി ചാനലിലൂടെ ഒരുപാട് പേരുടെ ചാരിത്രം പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈട്ടിമരത്തിൻ്റെ ചാരിത്രം കോടതി സമ്മതിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്.